ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്റെ ഒരു കാര്യത്തിനും അച്ഛൻ ഇതുവരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. നിന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ പോലും സ്വന്തം തെറ്റുകളായിട്ട് ഏറ്റെടുത്തിട്ടേ ഉള്ളൂ. അവളോ ആഗ്രഹിച്ചതൊക്കെ നേടി. വരുണിന്റെ ഭാര്യയായി, കണിമംഗലത്തിന്റെ മരുമകളായി. നഷ്ടം എനിക്ക് നിനക്കുവാ. അമ്മ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? കൊല്ലണം, രാധികയെ കൊല്ലണം. അച്ഛൻ ജയിലിൽ കിടക്കുന്നത് എന്റെയും നിന്റെയും മനസ്സില് ഒരു തീരാവേദനയായി കിടക്കുന്നത് പോലെ കണിമംഗലത്തുകാരുടെ നെഞ്ചിലെ നീറ്റലായിട്ട് രാധികയുടെ മരണവും കാണണം. പറ്റുമോ നിനക്ക്? പറ്റും. ഇന്ന് തന്നെ ഞാൻ അത് ചെയ്തിട്ടേ പോകുന്നുള്ളൂ. ഗൗതം, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളെ ഇല്ലാതാക്കി സ്വന്തം ജീവിതം നശിപ്പിച്ചു കളയണ്ട. ആരും അറിയാതെ അവളെ ഇല്ലാതാക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. കൽപ്പന പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം. എങ്കിൽ ഗൗതം വാ, പുറകുവശത്തെ ഗൗണി വഴി ടെറസിലേക്ക് കയറിയാൽ മതി. ചെയ്യാനുള്ള കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് അതുവഴി നീ ഇറങ്ങിപ്പോണം. ഇതെങ്കിലും നിന്റെ കയ്യിൽ നിന്ന് പാളിപ്പോരുത്. അച്ഛന് വേണ്ടിയാ, മനസ്സിലായോ? മനസ്സിലായമ്മേ, എനിക്ക് പിഴക്കില്ല. ഇന്ന് രാത്രി രാധികയുടെ മരണത്തിൽ ഈ കുടുംബം കരഞ്ഞിരിക്കും. എങ്കി വാ. ദേവ, നീ ചെയ്യുന്നത് തെറ്റാ. എന്റെ പ്രിയങ്കമോള് ജീവിച്ചിരിപ്പുണ്ട്. അവള് ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അവളെ തേടിയാ ഞാൻ പോയേ. യശോദേ, നിനക്ക് നിന്റെ മോളെ കാണണ്ടേ? അമ്മ ഇങ്ങ് വന്നേ. ദേവ, അങ്ങോട്ട്. അമ്മേ, ഇനി ഇങ്ങനെ ഞങ്ങളോട് പറയാതെ ഇവിടെ ഇറങ്ങരുത്. അമ്മയെ കാണാതായപ്പോ ഞങ്ങൾ എത്ര പേടിച്ചെന്നറിയോ? ഇപ്പൊ തന്നെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും. എനിക്കൊന്നും സംഭവിക്കില്ല. എന്റെ പ്രിയങ്കമോളെ കണ്ടെത്തിക്കൊണ്ട് വരുന്നത് വരെ എനിക്കൊന്നും പറ്റില്ല. അതൊക്കെ അമ്മയുടെ തോന്നല. അവള് പോയത് അമ്മയ്ക്ക് ഇതുവരെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത്. നീ മിണ്ടണ്ട. സ്വന്തം മോള് പോയിട്ട് നേരെ ചൊവ്വയെന്ന് കരയാത്തവളാ നീ. അവളുടെ നഷ്ടം വകവയ്ക്കാതെ വേറൊരുത്തിയുടെ കല്യാണം നടത്തുന്നതിലായിരുന്നു നിങ്ങൾക്ക് താല്പര്യം. ദേവാ, എടാ മഹാഭാവ നീ ചെയ്യുന്നേ. പ്രിയങ്കമോൾ ഒരു ദിവസം തിരിച്ചു വന്ന് നിന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോഴേ ചെയ്തതൊക്കെ തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നും. അമ്മ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഒരേ കാര്യം ഇങ്ങനെ ആവർത്തിച്ച് പറയാതെ. പ്രിയങ്ക മോള് ജീവിച്ചിരിപ്പില്ല. അവള് നമ്മളെ വിട്ടു പോയി. ഇല്ലടാ, അത് ഞാൻ സമ്മതിച്ചതല്ല. എന്റെ പ്രിയങ്കമോൾ എവിടെയും പോയിട്ടില്ല. അവള് ജീവനോടെ തന്നെ ഉണ്ട്. എടാ, അവള് ജീവനോടെ ഉണ്ടടാ. ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു തരാം. അമ്മേ, വെറുതെ മനുഷ്യനെ പരീക്ഷിക്കുന്നതിന് അതിലുണ്ട്. ഒന്നുവിടും.
ഇനി ഇതുപോലെ ഇറങ്ങിപ്പോകാൻ ശ്രമിച്ചാൽ എനിക്ക് അമ്മയെ ചങ്ങലയ്ക്ക് ഇടേണ്ടി വരും. യശോദേ പോയി മരുന്നെടുത്തോണ്ടോ. എടി, എടാ, വിടടാ എന്റെ കയ്യിന്ന്. എനിക്ക് ഭ്രാന്തില്ലടാ. എടാ, അമ്മയെ കൊണ്ട് ഇങ്ങനെ മരുന്ന് കുടിപ്പിക്കല്ലേടാ. അമ്മ പറഞ്ഞ സത്യവാ. എടാ, എടാ, നിന്റെ മോള് ജീവിച്ചിരിപ്പുണ്ട്. ഇല്ല അമ്മേ, അവളെ ഞാൻ കണ്ടതാ. അമ്മ ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കല്ലേ അമ്മേ. അല്ല, എടാ, അമ്മ പറയുന്നത് സത്യവാടാ. അമ്മയ്ക്ക് ഭ്രാന്തൊന്നും ഇല്ല. എടാ, അമ്മേ, ദാ, കൊണ്ടുപോടി. അമ്മ ഇത് കഴിക്കുന്നുണ്ടോ? ദേ, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കില്ല. അമ്മ അമ്മയോട് ഇത് കഴിക്കാനാ പറഞ്ഞത്. കഴിക്ക്. എടാ, കഴിക്ക. ദേവ, ഞാൻ വീണ്ടും വീണ്ടും പറയാ, നീ ചെയ്യുന്നത് തെറ്റാ. നീ ചെയ്യുന്നത് പാവാ. ഞാൻ വീണ്ടും വീണ്ടും പറയാ, എടാ, നീ ചെയ്യുന്നത് തെറ്റാണ്. കൂടുതൽ പ്രശ്നം ഉണ്ടായാൽ മരുന്നിന്റെ ഡോസ് കൂട്ടാൻ പറഞ്ഞിരുന്നു. അതാ ഇപ്പൊ കൊടുത്ത്. സൂക്ഷിക്കണം യശോദേ. ഇറങ്ങിപ്പോയാല് എപ്പോഴും ഇങ്ങനെ കണ്ടെത്താൻ പറ്റണമെന്നില്ലല്ലോ. കൽപ്പനെ, അവരെന്താ ഇതുവരെ വരാത്തെ? അവര് വരും. പക്ഷേ എന്റെ പേടി എന്താണെന്നറിയോ? ഇതുവരെ നമ്മൾ രാധികയ്ക്കെതിരെ നടത്തിയ എല്ലാ കാര്യങ്ങളും പിഴച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതുകൂടി പിഴച്ച